ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസി അനുസരിച്ച് കമ്പനി മൂവ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം കഴിയുമ്പം ഇന്ത്യയിലെ എല്ലാവർക്കും ഇൻഷുറൻസ് എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് ഗവൺമെൻറ് വന്നിരിക്കുകയാണ്. അപ്പം എന്നോട് ചോദിക്കുകയാണ് ഇൻഷുറൻസ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു നെസസിറ്റിയാണെന്ന് പറയും. ഒരു 75,000 ഒക്കെ മാറ്റി വയ്ക്കാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു വർഷമാണ് പറ്റുവാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു 1 crore പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആരോഗ്യവും വരുമാനവും ഉള്ള കാലഘട്ടത്തിൽ ഒരു ചെറിയ എമൗണ്ട് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാനായിട്ട് പറ്റും. അതും ഒരു 10-12 വർഷം മാറ്റി വയ്ക്കാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു 60-65 വയസ്സ് കഴിയുമ്പം നമുക്കൊരു റെഗുലർ ഇൻകം ജീവിതകാലം മുഴുവൻ കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാവുന്ന പ്ലാനുകൾ നമുക്കുണ്ട്. പക്ഷേ ഇപ്പോഴും ആ പഴയ മനസ്സിൽ ആ ഒരു ധാരണ കിടക്കുന്നത് കൊണ്ട് ഇതൊരു തൊഴിലായിട്ട് ഏറ്റെടുത്ത് നടത്താൻ ആളുകൾ പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒത്തിരി ആളുകൾ തൊഴിലില്ലാതെ വിഷമിക്കുന്നവരുമുണ്ട്. പലരും ആ റൈറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ ചേരുന്നില്ല എന്നുള്ളതാണ്. നമ്മളത് ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതിനുള്ളൊരു താല്പര്യവും പൈസ ഉണ്ടാക്കാനുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ ഇതിനകത്ത് വലിയ സാധ്യതകളുണ്ടെന്നുള്ളതാണ്. എല്ലാ കമ്പനികളിലും ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഏതാണ്ട് മരിക്കുമ്പോഴും ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവരൊരു പ്രൊമോഷനോ ഒരു കരിയർ ഗ്രോത്തോ ഒന്നും അവിടെ ഇല്ല. 18 വയസ്സ് പൂർത്തിയാക്കി ആരെ വേണമെങ്കിലും സൈലൻറ്റ് പാർട്ട്ണർ ആക്കിക്കൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യാനും ആ രജിസ്റ്റർ ചെയ്ത ഫേമും ടാറ്റ കമ്പനി തമ്മിലൊരു ബിസിനസ് എഗ്രിമെൻറ്റിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. എല്ലാ ഡിസ്ട്രിക്ട് സെൻറ്റേഴ്സിലും നമുക്ക് ഓഫീസുകളുണ്ട്. ഈ വർഷം തൊട്ട് കമ്പനി പുതിയതായിട്ട് സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 1 lakh ബിസിനസ് ചെയ്താൽ പോലും നമുക്കൊരു 30,000 rupees ഇൻകം ഉണ്ട്. നമസ്കാരം, വെൽക്കം ടു ഗ്രോത്ത് ടോക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്കറിയാം, ഇന്ന് എല്ലാവരും ജോലി പോകുമെന്നൊക്കെ പേടിച്ച് നടക്കുകയാണല്ലേ, വരുന്നു എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു അവസരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ജോബല്ല, പക്ഷേ ഒരു ഓൺട്രപ്രനർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. ടാറ്റ AIA എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മളുടെ കൂടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഏതാണ്ട് 24ഓളം വർഷമായിട്ട് ഈ കമ്പനിയിൽ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന മിസ്റ്റർ റോജി എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് റോജി സാറിനോട് ചോദിക്കാം, എങ്ങനെ ഒരു വ്യക്തിക്ക് ഈ ടാറ്റ AIA എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അവസരം ഉപയോഗിക്കാനായിട്ട് സാധിക്കും, ഒരു ഇൻകം ജനറേഷൻ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ. റോജി സാർ, വെൽക്കം ടു ഗ്രോത്ത് ടോക്സ്. താങ്ക് യു. റോജി സാർ, 24 വർഷമായിട്ട് താങ്കൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണല്ലേ, ടാറ്റ AIA എന്ന് പറയുന്ന കമ്പനിയിൽ. ഈ കമ്പനിയെക്കുറിച്ചൊന്ന് പറയാമോ ആദ്യം? ബേസിക്കലി ഇതൊരു ടാറ്റ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഓക്കെ. 2001 കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 99 നവംബറിൽ പാർലമെൻറ്റിൽ ഇൻഷുറൻസ് ബില്ല് അവതരിപ്പിച്ചിട്ട് നമ്മുടെ ഇൻഷുറൻസ് മാർക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്തു. അതുവരെ LIC ആയിരുന്നു മോണോപ്പൊളി ആയിട്ട് ബിസിനസ് ചെയ്തിരുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പം ഒരു 10-27ഓളം പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ ഈ രംഗത്തേക്ക് കടന്നു വന്നു. ഓക്കെ. അതിലൊരു കമ്പനിയാണ് ടാറ്റ AIA എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കമ്പനികളും ഈ രംഗത്തേക്ക് വന്നപ്പം അവരെല്ലാം അവർക്ക് തോന്നിയ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ഒരു വിശ്വാസം തന്നെ നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇൻഷുറൻസ് കമ്പനികളെ റെഗുലേറ്റ് ചെയ്യാനായിട്ടൊരു സ്ഥാപനത്തെ നിയോഗിച്ചു. അതിൻ്റെ പേരാണ് IRD, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയും. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ LIC ഉൾപ്പെടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന എല്ലാ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളും വർക്ക് ചെയ്യുന്നത്. ടാറ്റ AIA പ്രൊവൈഡ് ചെയ്യുന്ന ലൈഫ് ഇൻഷുറൻസ് ആണോ? തീർച്ചയായിട്ടും ലൈഫ് ഇൻഷുറൻസ് ആണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്. ഇൻഷുറൻസ് 2 തരമുണ്ട്, ജനറൽ ഇൻഷുറൻസും ഉണ്ട്, ലൈഫ് ഇൻഷുറൻസും ഉണ്ട്. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. ടാറ്റയുടെ തന്നെ ടാറ്റ AIG എന്ന് പറയുന്ന ജനറൽ ഇൻഷുറൻസ് കമ്പനി വേറെയുണ്ട്. അത് 2 സെപ്പറേറ്റ് കമ്പനികളാണ്. ഈ ടാറ്റ AIAയുടെ ഈ ജോലി എന്ന് പറയുന്നത് ഇൻഷുറൻസ് അഡ്വൈസറുടെ ജോലിയാണോ? ഇത് ബേസിക്കലി നമുക്ക് 2 രീതിയിലും വർക്ക് ചെയ്യാം. 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിന്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവിടെ മറ്റുള്ള കമ്പനികളിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്നത് നമ്മളവിടെ ഒരു കൺസൾട്ടൻറ്റ് വിത്ത് ടെക്നോളജി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതേസമയം നമ്മളൊരു ലീഡർഷിപ്പ് ലെവലിൽ ഒരു ടീമിനെയോ ഒരു ഗ്രൂപ്പിനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഒരു ബിസിനസ് പോലെ ഇതിനെ കണ്ടുകൊണ്ട് ഒരു ടീം വിത്ത് ടെക്നോളജി യൂസ് ചെയ്യാനുള്ള അവസരവും കമ്പനി തരുന്നുണ്ട്. അപ്പോൾ അതാണ് മറ്റുള്ള കമ്പനികളും നമ്മൾ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ തന്നെ ഒന്ന് ചോദിക്കട്ടെ,
ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട്. പേഴ്സണലി അറിയാം. വളരെ അഗ്രസീവായിട്ട് ചെയ്യുന്നു. എന്നാൽ കാരണം നല്ല റവന്യൂ അവർക്ക് വരുന്നതുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും അതിൽ നിലനിൽക്കുന്നത്. പക്ഷേ ഇത് സാധാരണക്കാർക്ക് അറിയില്ല. ഇപ്പോൾ എന്നെപ്പോലെ ഒരാളുടെ അടുത്ത് വന്നിട്ട് ഇൻഷുറൻസ് അഡ്വൈസർ ആകണമെന്ന് ചോദിച്ചാൽ താല്പര്യമില്ല. അതെന്ന് വെച്ചാൽ ഒരു ആറ്റിറ്റ്യൂഡിനൽ പ്രോബ്ലമാണ്. പലരും അതിനെ വലിയ താല്പര്യത്തോടെ അല്ല കാണുന്നത്. എനിക്ക് തോന്നുന്നു, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഇൻഷുറൻസ് അഡ്വൈസർ ആകണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ താല്പര്യമില്ല എന്ന് പറയും. പക്ഷേ എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് വളരെ ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഇൻഷുറൻസ് ഏജൻ്റായി നിന്നുകൊണ്ട് തന്നെ. അതിൽ തന്നെ ഒരുപാട് ലെവൽസ് ഉണ്ടെന്ന് തോന്നുന്നു, ലീഡറൊക്കെ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇത് എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ഞാനിത് തീർച്ചയായിട്ടും ആകില്ല എന്ന് പറയുന്നത്. അല്ല, അതിനൊരു കാരണമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ LIC ആണ് ഇത് മോണോപ്പൊളി ആയിട്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതിന് വേണ്ടത്ര ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസോ ഗവൺമെൻറ്റും കൊടുത്തിരുന്നില്ല, ആളുകളും അതിന് കൊടുത്തിരുന്നില്ല. ഓക്കെ. അപ്പം ഒരു ഏജൻ്റ് എന്നുള്ള രീതിയിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന കാശ് മേടിക്കാൻ വരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ആളുകൾ അതിനെ കണ്ടിരുന്നത്. പക്ഷേ കാലം മാറി, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻഷുറൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മാറി, പുതിയ കമ്പനികൾ വന്നപ്പോഴത്തേക്ക് അവയർനെസ് കൂടി. അപ്പോൾ ആളുകളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് ഒരു താല്പര്യം വന്നു. പക്ഷേ ഇപ്പോഴും ആ പഴയ മനസ്സിൽ ആ ഒരു ധാരണ കിടക്കുന്നത് കൊണ്ട് ഇതൊരു തൊഴിലായിട്ട് ഏറ്റെടുത്ത് നടത്താൻ ആളുകൾ പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ വേണ്ടത്ര ട്രെയിനിങ്ങോ കാര്യങ്ങൾ പഠിച്ചെടുത്ത് ചെയ്യാനുള്ള ഒരു താല്പര്യമോ ആരും കാണിക്കുന്നുമില്ല എന്ന് വേണം കരുതാനായിട്ട്. ഇതിനകത്ത് ഏത് കമ്പനിയിലാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ്സുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കമ്പനികളൊക്കെ മാർക്കറ്റിലോട്ട് വന്നേക്കുന്നത്. ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുത്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാറ്റയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കതിനുള്ള ട്രെയിനിങ് സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. തന്നെയല്ല, എല്ലാ കമ്പനികളിലും ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഏതാണ്ട് മരിക്കുമ്പോഴും ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവരൊരു പ്രൊമോഷനോ ഒരു കരിയർ ഗ്രോത്തോ ഒന്നും അവിടെ ഇല്ല. പക്ഷേ പൈസ ഇഷ്ടംമാതിരി കിട്ടുന്നുണ്ട്. വർക്ക് ചെയ്യുന്നവനും പഠിച്ചിട്ട് ചെയ്യുന്നവനും അതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊമോഷണൽ സാധ്യതയുണ്ട്. അത് ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്നതിനുമുണ്ട്, ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിനുമുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസിങ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതെടുത്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ബിസിനസ് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5 ലാഖിൻ്റെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് പ്ലാനർ, സീനിയർ ലൈഫ് പ്ലാനർ, ചീഫ് ലൈഫ് പ്ലാനർ, എക്സിക്യൂട്ടീവ് ലൈഫ് പ്ലാനർ, ഇങ്ങനെ പടിപടിയായിട്ട് ഇൻഡിവിജ്വൽ ബിസിനസ് ചെയ്ത് മുന്നേറാനുള്ള അവസരമുണ്ട്. അതല്ല, ഒരു ടീം ലീഡർഷിപ്പാണ്, ഒരു ഗ്രൂപ്പിനെയോ ഒക്കെ മാനേജ് ചെയ്ത് പരിജ്ഞാനമുള്ള ആളാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പാർട്ട്ണർഷിപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും അതിന് വീട്ടിലുള്ള ഏതെങ്കിലും 18 വയസ്സ് പൂർത്തിയാക്കി ആരെ വേണമെങ്കിലും സൈലൻറ്റ് പാർട്ട്ണർ ആക്കിക്കൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യാനും ആ രജിസ്റ്റർ ചെയ്ത ഫേമും ടാറ്റ കമ്പനി തമ്മിൽ ഒരു ബിസിനസ് എഗ്രിമെൻറ്റിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ലാത്തത്. അപ്പോൾ അത് ഇവിടെ വന്ന് കാര്യങ്ങൾ പഠിച്ചെടുത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ ബാങ്കിങ് രംഗത്തോ ഫിനാൻഷ്യൽ സെക്ടറിലോ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. എല്ലാ ഡിസ്ട്രിക്ട് സെൻറ്റേഴ്സിലും നമുക്ക് ഓഫീസുകളുണ്ട്. ഈ വർഷം തൊട്ട് കമ്പനി പുതിയതായിട്ട് സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലൊരു 10-17ഓളം പുതിയ ഓഫീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പുതിയ ആളുകളെ ആവശ്യമുണ്ട്, പുതിയ ലീഡേഴ്സിനെ ആവശ്യമുണ്ട്. ഇതിനൊക്കെ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കുന്നു എന്നുള്ളതാണ്. ഇതിനുള്ള ട്രെയിനിങ് എല്ലാം കമ്പനി തന്നെ തരുന്നു. നമ്മളത് ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതിനുള്ളൊരു താല്പര്യവും പൈസ ഉണ്ടാക്കാനുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ ഇതിനകത്ത് വലിയ സാധ്യതകളുണ്ടെന്നുള്ളതാണ്. മനസ്സിലായി. എനിക്കിത് കേൾക്കുമ്പോൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ പിച്ച് പോലെ തോന്നുന്നു. എല്ലാവരും ഇത് ചോദിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ LICയിൽ ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുടെ താഴെ ഒരു 10-30 ഏജൻസ് ഉണ്ട്. ഓക്കെ. അതൊരു നെറ്റ്വർക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു ടീമിനെ അവർ മാനേജ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സ്വന്തം ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അവരെ മാനേജ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള ട്രെയിനിങ്ങും സപ്പോർട്ടും കമ്പനി തരുന്നു. ടീമിനെ നമ്മൾ മാനേജ് ചെയ്യും. ഈ ടീമിൽ നമുക്ക് യാതൊരു അധികാരവുമില്ല. അതെല്ലാം കമ്പനിയുടെ അസറ്റാണ്. അപ്പോൾ ഈ വരുന്ന ഓരോരുത്തരും കമ്പനിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ടീമിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമുക്കൊരു ബെനിഫിറ്റ്, കാരണം നമുക്കൊരു ബിസിനസ് മോഡലുണ്ട്. ആ മോഡൽ അനുസരിച്ച് നമുക്കൊരു ഇൻകം നമുക്ക് അതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ. ആദ്യം പ്രൊഡക്റ്റിനെ കുറിച്ച് പറയും. നമുക്ക് എല്ലാ തരം പ്ലാനുകളും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ തരം എന്ന് പറഞ്ഞാൽ
പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്ന എല്ലാത്തരം പ്ലാനുകളും നമുക്ക് ഇതിനകത്ത് പ്ലാനുകൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ആളുകളുടെ ഇൻകം, അവരുടെ ഏജ്, കുട്ടികളുടെ ഏജ്, അവർ മുടക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അവരുടെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്, ലയബിലിറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അവരുടെ ആ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു പ്ലാനിങ്ങാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാൻ നല്ല പ്ലാനാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് മറ്റേ ആളെടുത്തു, ഇത് നിങ്ങളും എടുത്തു, അങ്ങനെയല്ല. ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു പ്ലാൻ സാർ എടുക്കുന്ന ഒരു പ്ലാൻ മറ്റൊരാൾക്ക് ഒരിക്കലും സൂട്ടബിൾ ആവില്ല. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണല്ലോ. ഇപ്പോൾ എനിക്ക് 3 കുട്ടികളുണ്ട്, താങ്കൾക്ക് ചിലപ്പോൾ ഒരാളെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ അതനുസരിച്ചുള്ള പ്ലാനും താങ്കൾ അതനുസരിച്ചുള്ള പ്ലാനും എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളൊരു പഠിച്ചിട്ടുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ നമ്മുടെ മൊബൈൽ ഞെക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം, ഏത് കമ്പനിയുടെ പ്ലാനുകളും അറിയാൻ പറ്റും. പക്ഷേ പിള്ളേർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് പ്ലാനാണ് അവർക്ക് സൂട്ടബിൾ ആണെന്ന് അവർക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഒരു അറിവ് കുറവാണ്. അത് സഹായിച്ചു കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള ട്രെയിനിങ് സപ്പോർട്ടുമാണ് കമ്പനി നമുക്ക് തരുന്നത്. ഇത് പഠിച്ചെടുത്ത് ചെയ്യുന്ന ആർക്കും ഇതിനകത്ത് വിജയിക്കാനായിട്ട്. എനിക്ക് ഇതിനകത്ത് കൂടുതൽ ക്ലാരിറ്റി വേണം. അതായത് ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ്, അതൊരു പ്രൊഡക്റ്റ് അല്ലേ? അതെ, അതൊരു പ്രൊഡക്റ്റ്. അതെ. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞത് കുറേ പ്ലാനുകളാണ്, പ്രൊഡക്റ്റ് അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ വ്യത്യാസം? ഇപ്പോൾ നമുക്കിതിനകത്ത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യമേ നമ്മൾ സാമ്പത്തിക പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്കും വരുമാനമുള്ള ആൾക്കാണല്ലോ ഇത് വേണ്ടത്. നമുക്കൊരു ഗവൺമെൻറ് എംപ്ലോയിയുടെ ശമ്പളം വെച്ച് സംസാരിക്കാം. ഓക്കെ, പുള്ളിക്ക് ഒരു മന്ത്ലി ഒരു 1 lakh ഇൻകം കിട്ടുന്നതെന്ന് വിചാരിക്കാം. ഇയാളുടെ ഇൻകം ഏതെങ്കിലും കാരണവശാൽ നിലച്ചു പോയാൽ എന്ന് പറഞ്ഞാൽ ജോബ് ലോസ് സംഭവിക്കാം, ഡെത്ത് സംഭവിക്കാം, ഡിസീസ് സംഭവിക്കാം, ഡിസബിലിറ്റി സംഭവിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ഇൻകം വേണം. അല്ലെങ്കിൽ ഈ ഫാമിലി സ്ട്രീറ്റിലോട്ട് പോകും. അതെ. അപ്പോൾ അവിടെയാണ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ ഈ ഫാമിലിക്ക് അവരുടെ ആ ഇനീഷ്യൽ ആ ഇൻകത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്ലാനിങ് നമുക്ക് ചെയ്തു കൊടുക്കും. പറയൂ, എന്താണ് ആ പ്ലാൻ? അപ്പോൾ അതിനൊരു ചെറിയ എമൗണ്ട് മാറ്റിവെക്കാനായിട്ട് പറ്റുവാണെങ്കിൽ അത് നമ്മളൊരു നിശ്ചിത ഒരു 10-12 വർഷം. സാർ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. അപ്പോൾ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ വേണ്ട ഒരു വർഷം ഒരു 75,000 ഒക്കെ മാറ്റി വയ്ക്കാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു വർഷമാണ് പറ്റുവാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു 1 crore പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. എന്താണ് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ലോസ് സംഭവിക്കുക, ഇയാളുടെ ബ്രെഡ് വിന്നർ എന്നുള്ള നിലയിൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ, അതായത് മാസം ഒരു 6,000 രൂപയ്ക്കടുത്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1 ലക്ഷം ശമ്പളമുള്ള ഒരാൾ ഒരു 6,000 രൂപയ്ക്കടുത്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ, അതായത് ഒരു നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 5 മുതൽ 6% വരെ മാറ്റി വയ്ക്കാൻ തയ്യാറാണെങ്കിൽ 1 കോടി രൂപയുടെ ഒരു കവറേജ് നമുക്ക് പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻ കേസ് ഇത് ഹോൾ ലൈഫ് പ്ലാനാണ്, പലതരം പ്ലാനുകളുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോൾ ലൈഫ് പ്ലാനാണ് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ജീവിതകാലം മുഴുവൻ ഈ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അപ്പം നാച്ചുറൽ ഡെത്ത് സംഭവിച്ചാലും അല്ലാതെ അസുഖം മൂലം, അതായത് സൂയിസൈഡ് അല്ലാതെയുള്ള ഏത് സൂസൈഡിനും 1 വർഷത്തിന് ശേഷം കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏത് തരത്തിലുള്ള ഡെത്ത് സംഭവിച്ചാലും ഈ 1 കോടി രൂപ കൊടുക്കാൻ കമ്പനി ബാധ്യസ്ഥമാണ്. സാധാരണഗതിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ 1 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യയും പിള്ളേരും അത് ബിസിനസ്സൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ അത് സേഫായിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷനോ അവരുടെ എന്തെങ്കിലും മാരേജ് പർപ്പസിനോ ഒക്കെ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം അത് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്ന റിട്ടേണും കൂടിയാണ്. ഞാൻ ചോദിക്കാൻ വരിക, ടാക്സ് ഫ്രീ പോലല്ലോ, ലോട്ടറി പോലല്ലോ? അല്ലല്ല, ഇത് ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ ഇത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വർഷം ഏതാണ്ട് ഒരു 6.5-7% ഇൻട്രസ്റ്റ് കിട്ടുവാണെങ്കിൽ അതിനകത്ത് ടാക്സ് എല്ലാം പോയി കഴിഞ്ഞിട്ട് ഒരു 6 ലക്ഷം രൂപ അതിനകത്ത് ഒരു വർഷം ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 50,000 രൂപ മിനിമം മാസമായിട്ട് കിട്ടും. അപ്പോൾ അത് 2 കോടി രൂപയ്ക്കാണ് ഇൻഷുറൻസ്. അതിപ്പോൾ ഈ ഇൻകം അനുസരിച്ച് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കൂട്ടാൻ പറ്റും. 1 കോടിയുടെ എക്സാമ്പിൾ ഇതിനൊന്ന് സിമ്പിളാക്കി പറയാം. അതായത് ഒരു ഗവൺമെൻറ് ജോലിയിൽ നിൽക്കുന്ന ഒരു ആ വീട്ടിലെ ജോലി തന്നെ ഏതെങ്കിലും ജോലി, ഓക്കെ, ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനം നേടുന്ന ആൾ ഒരു 5-6% ഈ ഇൻഷുറൻസിന് വേണ്ടി മാറ്റിവെക്കുന്നു. അദ്ദേഹം ഒരു 10-12 വർഷം അത് പേ ചെയ്യുന്നു. അതിനുശേഷമോ ഈ പോളിസി എടുത്ത അന്ന് മുതൽ ഏതെങ്കിലും നിമിഷത്തിൽ അദ്ദേഹത്തിന് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഈ 1 കോടി രൂപ ലഭിക്കും കൊടുക്കും ഇൻഷുറൻസ് എമൗണ്ട്. ഈ 1 കോടി രൂപ
ബാങ്കിലെങ്ങാനും ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു മന്ത്ലി ഒരു 50,000-60,000 ഇൻട്രസ്റ്റ് അവർക്ക് ലഭിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 5,000-6,000 മന്ത്ലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ ഫാമിലിക്ക് ഒരു 50,000-60,000 രൂപ വരെ നേടാനുള്ള ഒരു സാധ്യത ഇതിനകത്തുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ? അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനിങ് ആണത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു എ പ്ലാനാണ് ശമ്പളം മേടിച്ച് വരുമാനം മേടിക്കുക എന്നുള്ളത്. ഇത് നമ്മൾ കമ്പനി അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ബി പ്ലാനാണ്. ഏതെങ്കിലും കാരണവശാൽ എ പ്ലാൻ ഫെയിലിയർ ആയി പോയാൽ നമ്മളുടെ ഈ ബി പ്ലാൻ വർക്ക് ചെയ്യും. നമ്മുടെ കമ്പനി ഫാമിലിയുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അതാണ് നമ്മൾ ഇതുവഴി ചെയ്യുന്നത്. ഈ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സൗകര്യം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ഇതുപോലെ മറ്റെന്ത് പ്ലാനാണുള്ളത്? റിട്ടയർമെൻറ്റ് പ്ലാനുകളുണ്ട്. എന്താണ് റിട്ടയർമെൻറ്റ് പ്ലാൻ? റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു 60 വയസ്സ് കഴിഞ്ഞാൽ ജോലിയൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ഒരു ഇൻകം ആളുകൾക്ക് ഉണ്ടാവത്തില്ല. ആളുകളത് എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നത്തെ കണ്ടീഷനിൽ പിള്ളേർ നമ്മളെ നോക്കും എന്നുള്ള ഉറപ്പൊന്നുമില്ല. അപ്പം ആരോഗ്യവും വരുമാനവും ഉള്ള കാലഘട്ടത്തിൽ ഒരു ചെറിയ എമൗണ്ട് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാനായിട്ട് പറ്റി, അതും ഒരു 10-12 വർഷം മാറ്റി വയ്ക്കാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു 60-65 വയസ്സ് കഴിയുമ്പോൾ നമുക്കൊരു റെഗുലർ ഇൻകം ജീവിതകാലം മുഴുവൻ കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാവുന്ന പ്ലാനുകൾ നമുക്കുണ്ട്. അപ്പം നമ്മളിപ്പോൾ എല്ലാവരും എടുക്കുന്ന ഒരു പ്ലാൻ നോക്കി നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. നമ്മളുടെ ഒരു ആവശ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ളൊരു പ്ലാൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുത്ത് ചെയ്യണം. അതിനുള്ള ട്രെയിനിങ്ങും സപ്പോർട്ടുമാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഞാനൊരു കസ്റ്റമറാണ് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ റോജി സാർ അപ്രോച്ച് ചെയ്യുമ്പോൾ എൻ്റെ പ്രസൻറ്റ് സിനാരിയോ മനസ്സിലാക്കി എനിക്ക് കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു, മനസ്സിലാക്കി തരിക എന്നുള്ളത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാളെ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം, അതായത് ഫ്യൂച്ചറിൽ എനിക്ക് വരാവുന്ന ഫിനാൻഷ്യൽ നീഡ്സിനെ മുൻകൂട്ടി മനസ്സിലാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത് അതിന് പറ്റിയ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബേസിക്കലി. റൈറ്റ്. അപ്പോൾ ഇത് കമ്പനി ടാറ്റ AI എന്ന് പറയുന്ന കമ്പനിക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അവർ ഈ ഒരു ജോബ് ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും. ഇതിന് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ, എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ബേസിക്കലി ഒരു 10th പാസ്സായിട്ടുള്ള ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒരു ലീഡർഷിപ്പ് ലെവലിലൊക്കെ വർക്ക് ചെയ്യുമ്പം കമ്പനി പ്രിഫർ ചെയ്യുന്നത് ഫിനാൻസ് സെക്ടറിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളുകളോ അതല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിച്ച് പരിജ്ഞാനമുള്ള ആളുകളോ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള വേറെ ഫീൽഡ് ആയതെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം ഫിനാൻസിങ്ങിൽ വേണ്ട ട്രെയിനിങ് എല്ലാം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കിട്ടും. അപ്പം മാനേജ്മെൻറ്റിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള പരിജ്ഞാനമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. എന്തായാലും അതിനൊക്കെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് കൂടാതെ ഇപ്പം എന്നെപ്പോലെ ഞാനൊരു 10-24 വർഷം കഴിഞ്ഞു. എൻ്റെ ടീമിൽ വരുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി അവർക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള അവസരം ബെനിഫിറ്റ് തരുന്നുണ്ട്. അതായത് ഒരു ലീഡറെ അതെ, തീർച്ചയായിട്ടും ഒരു മെൻറ്റർ ഇതിനകത്ത് എപ്പോഴും ആവശ്യമാണ്. കാരണം ഇനീഷ്യലി വരുന്ന ആളുകളൊരു ഇറഗുലറൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു അവസരവും കൂടിയുണ്ട്. അപ്പോൾ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ആളുടെ അടുത്ത് ചെന്നാൽ തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് കിട്ടും. ഇതൊരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരവും കമ്പനി തരും. അതായത് ആർക്കും വരാം, ആർക്കും കടന്നു വരാം. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ ഇതിനകത്ത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ലൈസൻസിങ് നമുക്ക് നിർബന്ധമാണ്. അതിനൊരു 750 റുപ്പീസ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഡയറക്റ്റ് വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ കമ്പനി ഫോം ചെയ്തുകൊണ്ട്, അപ്പോൾ അത് കമ്പനി അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അത്യാവശ്യം ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളുകളെ നമുക്ക് ഡയറക്റ്റായിട്ട് ലീഡറായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പം അവരൊരു പാർട്ട്ണർഷിപ്പ് ഫേം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അന്നേരം അതിന് ഒരു കോസ്റ്റ് ഉണ്ട്. ഒരു 5,000 റുപ്പീസ് കമ്പനിയിൽ ഡെപ്പോസിറ്റ് കൊടുക്കണം. അത് റീഫണ്ടബിൾ ആണ്. പക്ഷെ അത് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ മറ്റേ രീതിയിലേക്ക് അഡ്വൈസറായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള അവസരമുണ്ട്. ഈ ലൈസൻസ് എന്ന് പറഞ്ഞാൽ IRDA ലൈസൻസ്. അപ്പോൾ അതായത് സർട്ടിഫൈഡ് ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് മാത്രം. എല്ലാ കമ്പനികൾക്കും ഇത് ആവശ്യമാണ്. നമുക്കതില്ലാതെ ഈ ബിസിനസ്സിലോട്ട് വരാനായിട്ട് പറ്റത്തില്ല. അതിനുശേഷം നമുക്ക് നമ്മളുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാം. അതനുസരിച്ചിട്ട് നമുക്ക് പ്രൊമോഷൻ ആവുന്ന അനുസരിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. ഇതിന് ടാർഗറ്റ് ഇല്ല, ഒരു ടാർഗറ്റും ഇല്ല. എവിടെ നിന്ന് വേണമെങ്കിലും കസ്റ്റമർ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം. ലോകത്ത് എവിടെയുള്ള കസ്റ്റമറെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കൈകാര്യം ചെയ്യാൻ, കണക്ട് ചെയ്യാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ടെക്നോളജി കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളത് പഠിച്ചെടുത്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി നമ്മുടെ ടാറ്റ AI എന്ന് പറയുന്ന ഈ കമ്പനിയുടെ വിശ്വാസ്യതയെക്കുറിച്ചൊന്ന് പറയൂ. ടാറ്റേനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആളുകളുടെ ഇടയിൽ വിശ്വാസ്യതയുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ IRDയുടെ സൈറ്റിലൊന്ന് കയറി നോക്കുകയാണെങ്കിൽ
ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ക്ലെയിം സെറ്റിൽമെൻറ്റാണ്. അപ്പോൾ ക്ലെയിം സെറ്റിൽമെൻറ്റിൽ നമ്മൾ നമ്പർ 1 ആണ്. 99.13% ആണ് നമ്മുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ. പല പഴയ കമ്പനികൾക്കും ആ ഒരു ക്ലാരിറ്റി കൊടുക്കാനായിട്ട് പറ്റത്തില്ല. LICക്ക് എത്രയുണ്ട്? LICക്ക് ഏതാണ്ട് 82% അത്രേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പം ഒരു മോശമെന്നല്ല പറയുന്നത്, പക്ഷേ അതിനകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി എന്താ പറയുന്നത് ക്ലെയിം ഒത്തിരി കസ്റ്റമേഴ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവർ വർഷങ്ങളായിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. എന്ന് വെച്ച് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ കമ്പനികളും വളർച്ചയുടെ പാതയിലാണ്. എല്ലാവരും വിശ്വാസമുള്ള ബ്രാൻഡാണ്. LIC മോശമല്ലാത്ത ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുതിയ ഇൻഷുറൻസ് കമ്പനികളിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ക്ലെയിം സെറ്റിൽമെൻറ്റിൽ നമ്പർ 1 ആണ്. അതുപോലെ തന്നെ ബിസിനസ് ഗ്രോത്തിലും നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ടാറ്റ AI എന്ന് പറയുന്ന കമ്പനിയുടെ പരസ്യം വളരെ കുറവാണ്. ഈ പരസ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ പൈസ തന്നെയാണല്ലോ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ കോസ്റ്റ് വളരെ കുറവാണ്. നമ്മൾക്ക് കൊടുക്കുന്ന റിട്ടേൺ അതനുസരിച്ച് കൂടുതലുമാണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് വരുന്നത് കസ്റ്റമറുടെ പൈസ എടുത്തിട്ട് ചിലവാക്കുന്നിടത്താണ് കോസ്റ്റ് വരുന്നത്. പക്ഷേ നമുക്ക് ഈ പരസ്യം വളരെ കുറവ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ബിസിനസ് മോഡലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ഞാൻ LICയുടെ ഡെവലപ്മെൻറ്റ് ഓഫീസർ ചെയ്യുന്ന അതേ പണിയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ സാലറി മേടിക്കുന്നില്ല. എൻ്റെ ടീം പെർഫോം ചെയ്താൽ മാത്രമാണ് എനിക്ക് വരുമാനമുള്ളത്. അപ്പോൾ കമ്പനിക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചുമ്മാ പൈസ ആരുടെയും എടുത്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സാലറി ചുമ്മാ കൊടുത്ത് കമ്പനിക്ക് ധൈര്യമായിട്ട് ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ പണിയെടുത്താൽ നമുക്ക് കൂടുതൽ ഇൻകം കിട്ടും. അപ്പോൾ അതിനകത്ത് നഷ്ടം ആർക്കും ഇല്ല. എന്നാൽ കസ്റ്റമേഴ്സിന് അത് മെച്ചാണ് താനും. കാരണം നമുക്ക് മറ്റുള്ള കമ്പനി പോലെ മുക്കിനും ഓഫീസുകളില്ല. ഈ വർഷമാണ് കമ്പനി ഇപ്പോൾ ഒരു 10-17 ഓഫീസുകൾ കേരളത്തിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കാരണം കമ്പനി ഇപ്പോൾ 3rd പൊസിഷനിലാണ്. ഇപ്പോൾ കമ്പനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസി അനുസരിച്ച് കമ്പനി മൂവ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം കഴിയുമ്പം ഇന്ത്യയിലെ എല്ലാവർക്കും ഇൻഷുറൻസ് എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് ഗവൺമെൻറ് വന്നിരിക്കുകയാണ്. 2047 മാക്സിമം ആളുകളിലേക്ക് ഇൻഷുറൻസ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടാറ്റ AIയും അതിൻ്റെ ഒരു പങ്ക് അതിനകത്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ കമ്പനി മാക്സിമം ഏരിയകളിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആളുകളെ നമുക്ക് ഇതിനകത്തേക്ക് വേണമെന്ന് പറഞ്ഞത്. മനസ്സിലായി. അതും ക്ലിയറാണ്. അതായത് കസ്റ്റമർ ആരാണ്, അവർക്ക് എന്താണ് കൊടുക്കുന്നതെന്നുള്ളത് ക്ലിയറാണ്. കമ്പനി ടാറ്റ ഈ കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് വേണ്ടി വരും ഈ പോഡ്കാസ്റ്റിന് കൊടുക്കാനായിട്ട്. കാരണം ഇതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഉള്ളത് ആവശ്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ ഓപ്പർച്യൂണിറ്റി വൈഡ് ഓപ്പൺ ആണ്. ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തായാലും ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. ഇത്രയും പോപ്പുലേഷനുള്ള രാജ്യത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു തീർച്ചയായിട്ടും. അല്ല, അതുകൊണ്ടാണല്ലോ വിദേശ കമ്പനികളെല്ലാം തന്നെ ഇവിടെ മാർക്കറ്റ് പിടിക്കാനായിട്ട് നോക്കുന്നത്. അതെ. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ ഒത്തിരി കമ്പനികൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഗവൺമെൻറ് അംഗീകാരം കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം അതുപോലെ ഒരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അതെ. ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈഫിലൊരു 10-12 പോളിസികൾ വരെ എടുക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ ജനിക്കുമ്പോൾ തൊട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ തൊട്ട് അങ്ങനെ അങ്ങ് പോവുക, മാര്യേജ്, ഇതിനൊക്കെ പൈസ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം ചെറിയ രീതിയിൽ സേവ് ചെയ്ത് വലിയ എമൗണ്ട് ആക്കി മാറ്റാനുള്ള ഒരു സംവിധാനവും കൂടിയാണിത്. ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല. ഇപ്പം ഞാൻ എന്നോട് ചോദിക്കുകയാണ് ഇൻഷുറൻസ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു നെസസിറ്റിയാണെന്ന് പറയും. കാരണം ഇതില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞ തരത്തിലുള്ള പ്ലാനുകളൊക്കെ ആളുകൾ എടുത്തു വയ്ക്കും. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇന്ന് ഇന്ത്യയിലുള്ള ആളുകൾക്കുണ്ട്. കാരണം ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുക, നമ്പർ 1 സാമ്പത്തിക രാജ്യമായിട്ട് മാറാനായിട്ടിരിക്കുന്നു ഇന്ത്യ. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷനും അറിവും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ 10 മടങ്ങ് വളരുമെന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് പറയുവാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പോഴും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തീരുമാനിക്കാം നമ്മുടെ അടുത്ത മാസം എത്ര രൂപ വേണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിച്ച് വർക്ക് ചെയ്താൽ അതിനകത്ത് നിന്ന് ഇൻകം ഉണ്ടാക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. അതാണ് ഈ മോഡലിൻ്റെ പ്രത്യേകത. വേറെ ഒരു കമ്പനിക്കും ഈ മോഡലില്ല. ഇത് മറ്റ് പല കമ്പനികളും കോപ്പി ചെയ്യാൻ നോക്കിയെങ്കിലും
ടാറ്റ ചെയ്യുന്ന പോലെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാനായിട്ട് പല കമ്പനികൾക്ക് സാധിച്ചിട്ടില്ല. തന്നെയല്ല IRDയുടെ അപ്രൂവൽ പലർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചില കമ്പനികൾക്കൊക്കെ IRDA പെനാൽറ്റി അടിക്കുകയും ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ സെയിം മോഡൽ വെച്ചാണ്. ഇപ്പോഴും അത് അംഗീകാരത്തോടു കൂടി മുന്നോട്ട് പോകും. ഇപ്പോൾ ഒരു ആൾക്ക് എത്രയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം? അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഈ പോഡ്കാസ്റ്റ് കണ്ട് ഒരാൾ ജോയിൻ ചെയ്തു, സ്റ്റാർട്ടിങ് ഒരു ആദ്യത്തെ 3 മാസമൊക്കെ എത്ര വരുമാനം? അത് ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വൈസർ, ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആയിട്ടാണല്ലോ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 1 lakh, ഒരു 60 to 1 lakh ആദ്യമായിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു 1 lakhൻ്റെ ബിസിനസ് ചെയ്താൽ പോലും നമുക്കൊരു 30,000 rupees ഇൻകം ഉണ്ട്. പ്ലസ് എല്ലാ മാസവും ഫോറിൻ ട്രിപ്പ് പോകാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. സാധ്യതകൾ ഒത്തിരി ഉണ്ട്, പക്ഷേ അത് ആരും ഉപയോഗപ്പെടുത്തുന്നില്ല, സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പലർക്കും. അതായത് ഒരു 1 lakhൻ്റെ ബിസിനസ് ചെയ്യുമ്പോൾ 30,000 ഇൻകം ഉണ്ട്. 35% വരെ കിട്ടുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു. ഇനി അത് കൂടാതെ ഫസ്റ്റ് പ്രൊമോഷൻ, ഈ 1.5 ലക്ഷം രൂപ കഴിഞ്ഞ് ഫസ്റ്റ് പ്രൊമോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ബിസിനസ് ചെയ്തു പോകുന്ന ആളാണെങ്കിൽ മന്ത്ലി ഒരു ഫിക്സഡ് ഇൻകം കൂടി കമ്പനി തരുന്നുണ്ട്. ഇപ്പോൾ 1 lakh വെച്ചിട്ട് ഒരു മാസം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ 30,000 35,000 കൂടത്തിൽ ഒരു 6% എക്സ്ട്രാ ഏൺ ചെയ്യാനുള്ള അവസരവും കമ്പനി തരുന്നുണ്ട് റെഗുലർ ആണെങ്കിൽ. അതൊക്കെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ട് കമ്പനി ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് അത് നമുക്ക് ട്രെയിനിങ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം വരുന്ന കമ്പനി നടത്തുന്ന ട്രെയിനിങ്. കമ്പനി നടത്തുന്ന ട്രെയിനിങ്. ഓൺലൈനാണോ ഓഫ്ലൈനാണോ? അല്ല, ഓൺലൈൻ ട്രെയിനിങ്ങും ഉണ്ട്, ഓഫ്ലൈൻ ട്രെയിനിങ്ങും ഉണ്ട്. നമുക്ക് ആകെ ഓഫീസിൽ എല്ലാ ദിവസവും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം നമ്മളുടെ ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് ഉണ്ടാവും. അതിന് വന്ന് പലരും എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഉഴപ്പിക്കളയും. അപ്പോൾ ഇതിനകത്തൊക്കെ വന്ന് പങ്കെടുക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ സാധ്യതകളും ബെനിഫിറ്റ് തന്നെ പഠിച്ച് അവർ മനസ്സിലാക്കാതെ സാധ്യതകൾ മനസ്സിലാക്കുന്ന. പലരും ചെയ്യണതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈസൻസ് എടുക്കും, എന്നിട്ട് ബിസിനസ് ഉണ്ടോയെന്ന് അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. ഇച്ചിരിയോടെ ഇതൊരു തൊഴിലായിട്ട് തന്നെ അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ബെനിഫിറ്റ് എടുക്കാനായിട്ട് പറ്റുക. പിന്നെ എല്ലാ ദിവസവും രാവിലെ 9:30 to 10:30 ഓൺലൈനിൽ നമുക്ക് ട്രെയിനിങ് ഉണ്ട്. അത് കമ്പൽസറി ഒന്നും അല്ല, പക്ഷേ പഠിച്ചെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനകത്ത് കയറി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരവും കമ്പനി തരുന്നുണ്ട്. പിന്നെ എല്ലാം ഓൺലൈനാണ്, നമുക്ക് പേപ്പർ വർക്കുകളൊന്നുമില്ല, എല്ലാം ഡിജിറ്റലൈസ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ടെക്നോളജി, ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കും വീട്ടിലിരുന്ന് പോലും കാര്യങ്ങൾ പഠിച്ചെടുത്ത് ചെയ്യാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. പേയ്മെൻറ്റ് മന്ത്ലി ആണോ? നമുക്ക് 2 തവണയുണ്ട്. 15-ാം തീയതി ഉണ്ട്, 10-ാം തീയതി ഉണ്ട്, 20-ാം തീയതി ഉണ്ട്, 30-ാം തീയതി ഉണ്ട്. 3 തവണയായിട്ട്. എല്ലാ മാസം 3 തവണ പേ ഔട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ലീഡർഷിപ്പ് ലെവലിലുള്ള ആളുകൾക്ക് മാസത്തിൽ 1 തവണയായിരിക്കും. ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും ക്വയറീസ് വരികയാണെങ്കിൽ അത് കമ്പനി ഹാൻഡിൽ ചെയ്യും. നമ്മൾ വഴിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇപ്പം നമ്മൾ ചേർത്ത ആളുകൾക്ക് സർവീസ് കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ കണ്ടീഷനിൽ ഇപ്പോൾ ഒത്തിരി കമ്പനികളും ഒത്തിരി ഫിനാൻഷ്യൽ കൺസൾട്ടൻസും വന്നപ്പം ആളുകൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ ഇതിനകത്ത് എത്ര നാൾ നിലനിൽക്കും? കാരണം ഇതൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് പ്രോഡക്റ്റാണ്. അതെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ലൈഫ് ലോങ് സർവീസ് കിട്ടുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെയാണ് ആളുകൾക്ക് വേണ്ടു, അല്ലെങ്കിൽ അതുപോലെ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് വേണ്ടത്. അപ്പോൾ അവർക്ക് ആ സർവീസ് ലൈഫ് ലോങ് കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി അതില്ലെങ്കിലും നമ്മളുടെ കമ്പനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് സാലറിയിൽ ആളെ നിർത്തിയിട്ട് ഈ ഓർഫനായിട്ട് വരുന്ന ആളുകളുടെ പോളിസികൾ സർവീസ് ചെയ്യാനുള്ള അവസരവും കമ്പനി ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് പക്ഷേ കസ്റ്റമർ അറിയും? കസ്റ്റമർക്ക് അറിയില്ല, പക്ഷേ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ കമ്പനി അത് നേരിട്ട് കസ്റ്റമറുടെ പോളിസി സർവീസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അതെങ്ങനെയാണ് നമ്മൾ അറിയിക്കുന്നത്? അത് കമ്പനിക്ക് ഓപ്പറേഷണൽ വിങ് ഉണ്ടല്ലോ, അവരതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു അഡ്വൈസർ നിന്ന് പോയി എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് സർവീസ് കിട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കമ്പനി ആ കസ്റ്റമറെ നേരിട്ട് വിളിച്ചിട്ട്, വേറൊരു വിങ് ഉണ്ട് നമുക്ക്, അവർ അത് കൈകാര്യം ചെയ്യും. ഇപ്പോൾ നമ്മൾ നിർത്തിപ്പോയാലും കസ്റ്റമർക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആ രീതിയിലാണ് നമ്മളുടെ ബിസിനസ് ഡിസൈൻ ചെയ്തേക്കുന്നത്, സർവീസും കാര്യങ്ങളും ഒക്കെ. ഓക്കെ. ഇത് വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റും? ആർക്കും ചെയ്യാവുന്ന. ആകെ 10th ക്വാളിഫിക്കേഷൻ വേണം, പിന്നെ IRDA ലൈസൻസും വേണം, അത്രയേ ഉള്ളൂ. 10th ഒക്കെ കഴിഞ്ഞ ആളുകൾ ലക്ഷങ്ങൾ മേടിക്കുന്നവർ എൻ്റെ ടീമിൽ തന്നെയുണ്ട്. ഇപ്പോൾ 3,00,000 രൂപയൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ 3.5 ലക്ഷം രൂപയൊക്കെ മന്ത്ലി മേടിക്കുന്ന ആളുകളും ഉണ്ട് ലീഡർഷിപ്പ് ലെവലിൽ. ഇപ്പോൾ ഒരാൾക്ക് ഇത് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്? ഒന്നേലും നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ ഡിസ്ട്രിക്ട് സെൻറ്റേഴ്സിലും നമുക്ക് ഓഫീസുകളുണ്ട്.
അതല്ലെങ്കിൽ ഇപ്പോൾ സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് വന്നിട്ടുണ്ട്, അവിടെയൊക്കെ നമുക്ക് ചെന്ന് ജോയിൻ ചെയ്യാം. പക്ഷേ നമ്മൾ ഇതിനകത്ത് പരിജ്ഞാനമുള്ള ഒരാളുടെ, ഒരു മെൻറ്ററുടെ ടീമിൽ തന്നെ വരണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും. അല്ലാത്ത ആർക്കും എവിടെ വേണമെങ്കിലും പോയി ജോയിൻ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. ഇത് ഓൺലൈൻ സെഷൻസ് ഒക്കെ ഉണ്ടോ? ഓൺലൈനുണ്ട്. ഓൺലൈൻ നമ്മൾ എപ്പോഴും ഇല്ല, ചില സമയത്ത് അത് അറിയിക്കും. അപ്പോൾ അന്നേരത്ത് നമുക്ക് അതിനകത്ത് കയറി അറ്റൻഡ് ചെയ്യാനും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനവും നമുക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും, എനിക്ക് തോന്നുന്നു ഇതൊരു വളരെ ക്ലിയർ ആണ്. പ്രൊഡക്റ്റ് എന്താണെന്ന്, വേറെയും പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. ഉണ്ട്. എല്ലാം ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. പ്ലസ് ഇത് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അവർ കസ്റ്റമറുടെ ബെനിഫിറ്റ് എന്താണ്, അതെ, കമ്പനിയുടെ ഡീറ്റെയിൽസ്, അതുപോലെ ജോലി ചെയ്യുന്ന ആൾക്ക്, ജോയിൻ ചെയ്യുന്ന ആൾക്ക് എത്ര ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇപ്പം എന്തെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരികയാണ്, അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു? അല്ല, ഇതിനകത്ത് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ആറ്റിറ്റ്യൂഡിനൽ പ്രോബ്ലം കൊണ്ട് അങ്ങനെ കേസുകൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല, ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു, എന്തായാലും അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, പിന്നെ അവർ വർക്ക് തുടങ്ങി കസ്റ്റമർ വരുന്നതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടും. ഇതാണ് കമ്പനി പറയുന്ന ഓഫർ. ഇനി ഇവിടെ 2 പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, എൻ്റെ കസ്റ്റമർ വാങ്ങിയിട്ട് അവർക്ക് സപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ള പ്രശ്നം വരാം. അത് കമ്പനി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. ഇനി ഈ കസ്റ്റമറെ കൊണ്ടുവന്നതിന് ഏജന്റിന് കമ്മീഷൻ കിട്ടിയില്ല എന്നൊരു സിനാരിയോ ആണ് ഇനി വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ പറയുന്നത്, തെറ്റായ രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ട്, ഇപ്പോൾ അസുഖമുള്ള ഒരാൾക്ക് അസുഖം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസിയൊക്കെ കൊടുത്ത് അത് കമ്പനി കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല, അത് ഒരിക്കലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുവരെ ഞാൻ എൻ്റെ 25 വർഷത്തെ കാലയളവിൽ ഇതുവരെ നമുക്കൊരു പേ ഔട്ട് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിനൊക്കെ ടാറ്റ വളരെ കൃത്യമാണ്. പ്രത്യേകിച്ച് എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് ചെയ്തു തരുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഇതൊരു ഫാമിലി ബിസിനസ് പോലെ നമ്മൾ കൊണ്ടുനടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് ഇതിനകത്തൊരു പാർട്ട്ണറാണ്. അപ്പോൾ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു എൻജോയബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട്, ഇപ്പോൾ ഞാൻ ഒരു ദിവസം പോയില്ലെങ്കിൽ വൈഫ് തന്നെ ചോദിക്കുന്നു, ഫോണിലെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ്. സാധാരണ ജോലിക്ക് പോയാൽ ഒരു ദിവസം വീട്ടിലിരിക്കാനെങ്കിലും പറയും. ഇതൊക്കെ നമ്മളുടെ ഒരു ഓൺ ബിസിനസ് പോലെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ അതിന് കമ്പനിയുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു ഫാമിലി മെമ്പറായിട്ട്, ഒരു കമ്പനിയുടെ ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട് തന്നെയാണ് അവരും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കമ്പനിയുടെ സ്റ്റാഫ് എപ്പോഴും എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് തന്നെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ അതിനകത്ത് പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ഇതെല്ലാം വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞു. വേറെ എന്തെങ്കിലും സാറിന് പറയാനുണ്ടോ? ഈ ഒരു വേറെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇന്ത്യയിൽ തൊഴിൽ സാധ്യതകൾ ഒത്തിരി ഉണ്ട്. പക്ഷേ ഒത്തിരി ആളുകൾ തൊഴിലില്ലാതെ വിഷമിക്കുന്നവരുമുണ്ട്. പലരും ആ റൈറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ ചേരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മിനിമം വിദ്യാഭ്യാസമുള്ള ആൾക്ക് പോലും നല്ല രീതിയിൽ ഏൺ ചെയ്യാനും അതുപോലെ വലിയ രീതിയിൽ എത്തിച്ചേരാൻ കമ്പനിയുടെ ഒരു ബിസിനസ് പാർട്ട്ണർ വരെ ആവാനുള്ള അവസരം ഈ ഓപ്പർച്യൂണിറ്റി തരുന്നു എന്നുള്ളതാണ്. വേറെ ഒരു ഇൻഷുറൻസ് കമ്പനിയിലും ഇങ്ങനത്തെ ഒരു ബിസിനസ് മോഡലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയിൽ കാര്യങ്ങൾ പഠിച്ചെടുത്ത് ചെയ്യുന്ന ആൾക്ക് പടിപടിയായിട്ട് ഉയർന്ന് വലിയ നിലയിലെത്താനുള്ള അവസരം കമ്പനി ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റോജി അബ്രഹാം. ഇദ്ദേഹം സംസാരിച്ചത് ടാറ്റ AIA എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറയുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, ജോബല്ല, ഒരു സംരംഭകത്വം അല്ലെങ്കിൽ ഒരു വരുമാന മാർഗത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 140 കോടി ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മളുടെ. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇനി ആർക്കും എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾക്കറിയാം, നമ്മുടെ ചിലവുകൾ എല്ലാം കൂടി വരികയാണ്. നമ്മളുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ്, ഹെൽത്ത്, ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല. ഇൻഷുറൻസ് ഇല്ലാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടു ബി ഫ്രാങ്ക്. പിന്നെ ആരും സേവിങ്സ് ഒന്നും അത്ര കാര്യമായിട്ട് ചെയ്യുന്നില്ല. എത്ര ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും എന്താണ് സേവിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിഡിൽ ക്ലാസ്, എബോവ് മിഡിൽ ക്ലാസ് ലെവൽ വരെ സേവിങ്സ് വളരെ കുറവാണ്. അപ്പോൾ സേവിങ്സ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് പലർക്കും ഉത്തരവുമില്ല. അതപ്പോൾ കാണാം, അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് ജീവിച്ച് പോവുകയാണ്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ആ ഒരു കണ്ണ് തുറന്ന് ആ ഒരു വരാനിരിക്കുന്ന പ്രോബ്ലത്തിനെ ആദ്യമേ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും വലിയ രാജ്യം, ഇത്രയും വലിയ ജനസംഖ്യ, ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി, അവിടെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി
ഉണ്ട്. അതാണ് ടാറ്റ AI എന്ന് പറയുന്ന കമ്പനിയുടെ നമ്മൾ ഇതുവരെ സംസാരിച്ചത്. അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് നമ്പർ 1 ആണ് എന്ന് പറയുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ പോഡ്കാസ്റ്റിന് താഴെ കൊടുക്കാം. രണ്ടാമത്തേത്, ഇതിനകത്ത് ടീം ബിൽഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ടീം ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഒരു സ്റ്റാഫിനെ ബിൽഡ് ചെയ്യാനായിട്ട് എടുക്കുന്ന എഫേർട്ട് ആ സ്റ്റാഫ് ഫർദർ ലിവറേജ് ചെയ്ത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതൊരു കമ്പനിക്കും വരാവുന്ന ഒരു എക്സ്പെൻസിനെ ഇവർക്ക് ബെനിഫിറ്റായിട്ട് കൊടുക്കുന്നു. ഇത് ബേസിക് ഒരു ബിസിനസ്സിൻ്റെ സയൻസാണ്. ഒരു ടീം ലീഡ്, അവരുടെ താഴെ കുറേ ടീം മെമ്പേഴ്സ്, ഒരു ഓർഗനൈസേഷൻ, ഹെയറാർക്കി, ഇതെല്ലാം എല്ലാ ബിസിനസ്സിലും ഉള്ളതാണ്. ഇവിടെ ടാറ്റ അതിനെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് ഇട്ടിരിക്കുകയാണ്. കാരണം എനിബഡി ക്യാൻ കം, എനിബഡി ക്യാൻ മാനേജ് ടീം. ഇൻ ദി എൻഡ് വരുന്ന റിസൾട്ടിന് ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് ഒരു ബിസിനസ് യൂസ് കേസിൽ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ജോലിയിൽ നിങ്ങളൊരു ടീമിനെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ ടീമിൻ്റെ പെർഫോമൻസ് കൂടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് ചിലപ്പോൾ അത്ര അധികം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇവിടെ ടാറ്റ വളരെ പ്ലാൻ ചെയ്തിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ 24 വർഷത്തെ എക്സ്പീരിയൻസിൽ അദ്ദേഹം ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തോ റീസൺ ഉണ്ട്. അത് അദ്ദേഹം ഇത്ര വളരെ അഗ്രസീവായിട്ട് ചെയ്യുന്നുണ്ട്. 240ഓളം അഡ്വൈസേഴ്സ് അദ്ദേഹത്തിൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും. ഇതെല്ലാം നിങ്ങൾ കാണേണ്ട കുറച്ച് ഫാക്ടേഴ്സാണ്. ഇനി ഇതോടൊപ്പം മറ്റു കുറച്ച് ഫാക്ടേഴ്സും കൂടെ ഉണ്ട്. നിങ്ങൾക്കൊരു സെൽഫ് ഡ്രീവൺ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല നിങ്ങളെങ്കിൽ ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആവണമെന്നില്ല. നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനൊരു തീക്ഷ്ണമായ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റൈറ്റ് പേഴ്സൺ ആകണമെന്നില്ല. നിങ്ങൾ ആൾക്കാരെ പറ്റിച്ച് എന്തും വിറ്റ് കാശുണ്ടാക്കണം എന്നുള്ള മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പറ്റിയൊരു പ്രൊഡക്റ്റ് ആകണമെന്നില്ല. അപ്പോൾ മൂവിങ് ഫോർവേഡ് നല്ല രീതിയിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് ആയതുകൊണ്ട്, ഇന്ത്യ പോലെ രാജ്യമായതുകൊണ്ട്, ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട്, ഇങ്ങനൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത്. എങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാം. കമ്പനി നടത്തുന്ന സെമിനാറുകൾ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കി സ്വയം തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് ഇൻസൈറ്റ്സ് തരിക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ലക്ഷ്യം. കമ്പനി അതുപോലെ IRDA ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ, ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും കൊണ്ടുവരുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു അവസരം പരമാവധി മനസ്സിലാക്കി നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ. നിർത്തുന്നു. നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോന് താഴെ കൊടുത്തിട്ടുണ്ട്. സീ യു സൂൺ.